ഹലോ, ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു റെസിപ്പി വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്കായിട്ട് റെഡിയാക്കിയ ഒരു റെസിപ്പി വീഡിയോ ആണ്. വളരെ ഈസി ആയിട്ട് ഒരു 5 മിനിറ്റിൽ നമുക്ക് തട്ടിക്കൂട്ടി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഞാനിതാ ഒരു 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിനെ 2ആയിട്ട് കട്ട് ചെയ്തു. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടുമല്ലോ. അങ്ങനെ കുറച്ച് ബ്രെഡ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 2-3 ചെറിയ സവോള എടുത്തിട്ടുണ്ട്. വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്യണം. പിന്നെ ഒരു 1-2 ഗ്രീൻ ചില്ലി, അത് നടുവേ 4ആയിട്ടോ 6ആയിട്ടോ കീറിയതിന് ശേഷം വളരെ തിന്നായിട്ട് വേണം ചോപ്പ് ചെയ്യാൻ. പിന്നെ എൻ്റെ കയ്യിലുള്ളത് കുറച്ച് മുഴുത്ത കറിവേപ്പിലയായിരുന്നു. അപ്പോൾ അതും ഞാൻ വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സവോളയാണെങ്കിലും ഗ്രീൻ ചില്ലി ആണെങ്കിലും അതുപോലെ തന്നെ കറി ലീഫ് ആണെങ്കിലും പിന്നെ ഇതിൻ്റെ അകത്ത് ചില്ലി ഫ്ലേക്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അതൊന്നും ആഡ് ചെയ്യാത്തത് കുഞ്ഞുങ്ങൾക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ടൊക്കെ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ കുറച്ച് എരിവൊക്കെ കൂട്ടുന്ന കുട്ടികൾക്കാണെങ്കിൽ ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ പെപ്പർ പൗഡറും ഒക്കെ ഇട്ടോളുക. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് കുറച്ച് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത സവോളയും അതുപോലെ തന്നെ ഗ്രീൻ ചില്ലിയും കറി ലീഫും ആവശ്യത്തിന് ഉപ്പും മാത്രമേ ഉള്ളൂ. പിന്നെ ഇതാ 2 മുട്ടയിലാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഒരു കുറച്ച് ഒരു 2-3 സ്പൂൺ മിൽക്കും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ ഒരു റെസിപ്പിയുടെ മിക്സ് മനസ്സിലായല്ലോ. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ സ്പൈസി ബ്രെഡ് ടോസ്റ്റ് എന്നൊക്കെ പറയാം. നമ്മൾ കോമൺ ആയിട്ട് ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കുന്നത് സ്വീറ്റ് ആയിട്ടാണല്ലോ, മുട്ടയൊക്കെ ചേർത്ത് പഞ്ചസാരയൊക്കെ ചേർത്തിട്ടാണല്ലോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് വൈകുന്നേരം ചായക്കൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കാണ്. പിന്നെ ഇതിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത്രയും ഐറ്റംസ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഡിപ്പായി കിടക്കുകയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ഒരു സൈഡ് നമ്മൾ എന്ത് ചെയ്യുക, ഡിപ്പ് ചെയ്ത് ഓയിലിലേക്ക് ഇടുക. അതിനുശേഷം കുറച്ച് സ്പൂണിൽ കോരിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു സൈഡ് പാകമായതിനു ശേഷം തിരിച്ചിടുമ്പോഴത്തേനും അതും സെറ്റായിക്കോളും. അങ്ങനെ അതിങ്ങനെ ഒരു സാൻഡ്വിച്ച് പോലെ ഇങ്ങനെ കടിച്ച് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വളരെ ചെറുതായിട്ട് ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞതിന് കാരണം ഇങ്ങനെയാണെങ്കിൽ നമുക്ക് മുളക് ചേർത്തിട്ടുണ്ടെന്ന് അറിയത്തുമില്ല. ഒരു ചെറിയ രീതിയിലുള്ള ഒരു സ്പൈസ് എവിടെയോ കിട്ടുകയും ചെയ്യും. അപ്പോൾ ബ്രെഡിൻ്റെ ആ ഒരു സ്വീറ്റും സവോളയുടെ ആ ഒരു സ്വീറ്റും ഒക്കെ ആകുമ്പോഴത്തേനും ആ ഗ്രീൻ ചില്ലി വളരെ തിന്നായിട്ട് ചോപ്പ് ചെയ്താൽ അത് ബാലൻസ് ചെയ്ത് പോയിക്കോളും. അപ്പോൾ ഇതാണ് എൻ്റെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടോ, ഇത് നിങ്ങൾക്ക് ബട്ടറിൽ വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാം, ഗീയിൽ റെഡിയാക്കി എടുക്കാം, കോക്കനട്ട് ഓയിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിന്ന് കോക്കനട്ട് ഓയിലാണ് എൻ്റെ ഈ ഒരു സ്പൈസി ബ്രെഡ് ടോസ്റ്റ് റെഡിയാക്കി എടുക്കുന്നത്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആ ഒരു പോർഷൻ ആ എഗ്ഗ് മിൽക്ക് മിക്സിൽ ഡിപ്പ് ചെയ്യണം. പിന്നെ മറ്റേ മുകളിലത്തെ പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്പൂണിലിങ്ങനെ കോരി വെക്കണം. അത് എന്നിട്ട് ആ ഒരു ഓണിയനും അതുപോലെ തന്നെ ചില്ലിയൊക്കെ ഒന്ന് ഫ്രൈഡ് ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഓരോന്നോരോന്നായിട്ട് ഞാനെടുത്ത് മാറ്റുകയാണ് കേട്ടോ. ഇത് ചൂട് ചായയുടെ കൂടെ ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പം നമ്മുടെ കയ്യിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൈപ്പ് സ്നാക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതെന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഞാൻ സ്ലൈസസ് എൻ്റെ കയ്യിൽ ബാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. അതിനുശേഷം എല്ലാമായിട്ട് ടേബിളിലേക്ക് പോവാം. എൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ചായയുടെ സ്നാക്ക്, ഈവനിങ് സ്നാക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഐറ്റമാണ്. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ളൂ. താങ്ക് യു.